പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ തിരുവചനത്തെ പ്രഭാതത്തിൽ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രഭാത ധ്യാനത്തിനായി ദൈവവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കട്ടെ. 1 സാമുവേൽ 30-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ഇതാ, യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം. ദൈവത്തിന് സ്തോത്രം. ഒരു സമ്മാന പൊതിയുമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മെ സമീപിച്ചിരിക്കുകയാണ്. ആർക്ക് ഈ സമ്മാനം ലഭിക്കുമെന്നറിയില്ല. എങ്കിലും ആ സമ്മാന പൊതിയുടെ മുകളിൽ ഒരു ലേബലുണ്ട്, ഒരു അഡ്രസ്സുണ്ട്. ഇതാ, യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം. ഈ സമ്മാനത്തിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, രസകരമായ ചരിത്രമുണ്ട്. ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദ് ഒരിക്കൽ ശൗലിനെ ഭയന്ന് ഫെലിസ്ത്യ ദേശത്ത് പോയി സിക്ലാഗ് എന്ന് പറയുന്ന ദേശത്ത് താൻ പാർക്കുകയുണ്ടായി. തൻ്റെ അസാന്നിധ്യത്തിൽ അമാലേക്യർ വന്ന് താൻ പാർത്തിരുന്ന ദേശത്തെ ആക്രമിച്ച് അവിടെ കൊള്ളയിടുകയും ഭവനങ്ങൾക്ക് തീയിടുകയും ചുട്ട് ചാമ്പലാക്കി അതിൽ പാർത്തിരുന്ന സകല ജനത്തെയും അടിമകളാക്കി പിടിച്ചുകൊണ്ട് അമാലേക്യർ കൊണ്ടുപോയി. എന്നാൽ ദാവീദ് തിരിച്ചെത്തിയപ്പോൾ ദേശം ചുട്ടരിക്കപ്പെട്ട് ചാമ്പലായി അതിൽ പാർത്തിരുന്നവരെല്ലാം അടിമകളായി പോയി. അമാലേക്യരാണ് അതിൻ്റെ പിന്നിലെന്ന് ദാവീദിന് അറിവ് കിട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ ദുഃഖിതനായി ദൈവസന്നിധിയിൽ പോയി താനും തന്നോടുകൂടി ഉള്ളവരും നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം ദാവീദിനോട് പറഞ്ഞത്, നീ ധൈര്യത്തോടെ അമാലേക്യരുടെ പാളയത്തിലേക്ക് ചെന്ന് നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെയും നീ വീണ്ടുകൊള്ളുക, നിന്റെ ജനത്തെയും നീ തിരിച്ചു കൊണ്ടുവരണം എന്ന് ദൈവം ദാവീദിനോട് കൽപ്പിക്കുകയുണ്ടായി. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് പോയി. അമാലേക്യരുടെ മുൻപിൽ ദൈവം വളരെ അത്ഭുതകരമായ ഒരു ജയം ദാവീദിന് കൊടുക്കുകയുണ്ടായി. തനിക്ക് നഷ്ടപ്പെട്ട ജനങ്ങളെയെല്ലാം, തൻ്റെ കുടുംബങ്ങളെയെല്ലാം താൻ തിരികെ കൊണ്ടുവന്നു. ഒരുത്തരും നഷ്ടപ്പെടാതെ, ഒരു കുഞ്ഞുകുട്ടികൾ പോലും അവശേഷിക്കാതെ സകലരെയും ദാവീദ് തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല, ആ ദേശത്ത് ദൈവം അതിശയകരമായി അത്ഭുതകരമായ ഒരു സമ്പത്തിനെ കൊള്ളയായി ദാവീദിനും കൂടെയുള്ളവർക്കും കൊടുത്തു. അതാണ് ചരിത്രം. ഇങ്ങനെ ദാവീദ് ആ സമ്പത്തുമായി സിക്ലാഗിൽ വരുമ്പോൾ ദാവീദിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ മനോഹരമാണ് ഈ കഥ. ദാവീദിൻ്റെ മനസ്സിലുണ്ടായ ചിന്ത, തീർച്ചയായിട്ടും ഇത് ദൈവം തന്ന ദാനമാണ്, ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരാ. ദൈവമക്കളായി ദൈവത്തെ ഭയപ്പെടുന്നവർ, ദൈവത്തെ അനുസരിക്കുന്നവർ, എന്നോടുകൂടെ ഉള്ളവർ എല്ലാവരും ചേർന്ന് ഈ നന്മയെ പൊതുവായി അനുഭവിക്കണം, അതിൻ്റെ അംശികളാകണം എന്ന് ദാവീദിന് ഒരു വലിയ ദിവ്യ ബോധമുണ്ടായി. അങ്ങനെ കൊണ്ടുവന്ന മുതലിനെ അവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഏതാണ്ട് 13 ഭാഗങ്ങളായി തിരിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 13 കാർട്ടൂൺ റെഡിയാക്കി. അത് ഭൃത്യന്മാരുടെ ഓരോ 13 ആൾക്കാർക്ക് വേണ്ടി, 13 കരയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ദേശത്തിന് വേണ്ടി കൊടുത്തയക്കുമ്പോൾ അതോടൊപ്പം ആ സമ്മാനങ്ങളോടൊപ്പം ഒരു സന്ദേശം എഴുതി വെച്ചു. ആ എഴുതി വെച്ച വാചകമാണ് ഇന്ന് നാം കുറിവാക്യമായി വായിച്ചത്. ഇതാ, യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം. എന്നാൽ ഈ 13 സ്ഥലങ്ങളെക്കുറിച്ച് എഴുതി ലേബൽ ചെയ്യുമ്പോൾ വളരെ മനോഹരമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് അവിടാണ് നമ്മോട് സംസാരിക്കുവാനുള്ളത്. ആദ്യമായി തുടങ്ങുന്നത് ബേഥേൽ മുതൽ ഹെബ്രോനിൽ വരെ ഉള്ളതായ 13 ദേശത്ത് ആദ്യം ബേഥേലിലേക്കാണ് ദൈവം കൊടുത്തതായ സമ്മാനം കൊടുത്തയച്ചത്. എന്താണ് ഈ ബേഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം. തിരുവചനത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ ഇന്ന് ഈ വചനത്തെ അല്ലെങ്കിൽ കഥയെ ആസ്പദമാക്കി ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, ദാവീദ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനത്തെ ഇന്ന് ദൈവാത്മാവ് കൊണ്ടുവയ്ക്കുകയാണ്. ആ ക്രിസ്തുവിൽ കൂടെ ഉള്ളതായ ആ സന്തോഷവും സമ്മാനവും ഈ പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുവാൻ നാം ബേഥേലിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭവനക്കാരാണോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കുവാനാണ് ദൈവാത്മാവ് ആവശ്യപ്പെടുന്നത്. ആരാണ് ബേഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം. നാം ദൈവത്തിൻ്റെ ഭവനക്കാരാണോ എന്ന് ദൈവവചനത്തിൽ കൂടെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, പ്രത്യാശയുടെ ധൈര്യവും
പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകും. ദൈവത്തിൻ്റെ മഹത്വം. ക്രിസ്തുയേശുവിലുള്ളതായ പ്രത്യാശയും ക്രിസ്തുയേശുവിലുള്ളതായ ധൈര്യവും പ്രശംസയും ഒരിക്കൽ മാത്രമല്ല അവസാനം വരെയും മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നാം ദൈവത്തിൻ്റെ ഭവനമാണ്. ആ ഭവനത്തിലേക്ക് ഇതാ ഒരു സമ്മാനം ദൈവം കൊടുത്തയക്കുന്നു. അത് വാങ്ങിക്കുവാൻ നമ്മൾ അർഹരായിത്തീരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും കാരണവശാൽ ബേഥേലിൽ ആക്കപ്പെടുവാൻ, ബേഥേലിലുള്ളവരെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യത ലഭിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ബേഥേലിൽ നിന്ന് അന്യമായി പോകുന്നതായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടാൽ, ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടെ നമ്മെ വിളിക്കുകയാണ്. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ യാക്കോബ് തന്നോടുകൂടെയുള്ള ജനങ്ങളോട് പറയുകയാണ്, നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകുക. അവിടെ എന്താണുള്ളത്? എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ ഒക്കെയും എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം പണിയുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ബേഥേലിലേക്ക് കടന്നു വരുവാൻ ദൈവം നിന്നെ വിളിക്കുന്ന വിളിയിൽ അടങ്ങിയിരിക്കുന്നതായ ഒരു ഉദ്ദേശം, നീ പോയ വഴിയിലൊക്കെയും നിന്നോടുകൂടെ ഇരുന്ന് നിൻ്റെ കഷ്ടതയിൽ നിന്നെ സഹായിച്ചവൻ, നിൻ്റെ പ്രയാസങ്ങളിൽ നിൻ്റെ ദുഃഖങ്ങളിൽ നിന്നോട് സംസാരിച്ചവൻ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തവൻ, ആ ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദർശിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതായ ഒരു യാഗപീഠം പണിയപ്പെടേണ്ടതിന് നീ വന്നെത്തുന്ന ദേശത്തിൻ്റെ പേരാണ് ബേഥേൽ. അങ്ങനെ നന്ദിയുള്ള ഒരു ഹൃദയം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രശംസയും പ്രത്യാശയും ആ ധൈര്യവും നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് അത് നിന്നെ അവസാനത്തോളം ദൈവത്തോട് നന്ദിയുള്ള ഒരു ജനമായി നിന്നെ മാറ്റുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ബലം തരുന്നു. അങ്ങനെ നീ ബേഥേൽ വാസിയായി തീരുന്നു. നിൻ്റെ പേര് ദൈവത്തിൻ്റെ ഭവനം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ നിൻ്റെ പേര് ബേഥേൽ എന്നായിത്തീരുന്നു. ഇതാ ദാവീദ് കൊടുത്തയക്കുന്നതായ സമ്മാനം. ആദ്യത്തെ കാർട്ടൂൺ കടന്നു വരുന്നത് ബേഥേലിലേക്കാണ്. ഒന്നാമത്തെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്റെ പേരാണ് അവിടെ കാണപ്പെടുന്നത്. നീ ദൈവത്തിൻ്റെ ഭവനത്തിലുള്ളവരെങ്കിൽ ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളുമായി ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ വന്ന് നിന്റെ വാതിക്കൽ മുട്ടിക്കൊണ്ട് നിന്നോട് പറയുന്നതായ ഒരു സന്ദേശം, ഇതാ യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിനക്ക് ഒരു സമ്മാനം, നിന്റെ ഭവനത്തിൽ ഒരു സമ്മാനം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരികയാണ്. എന്നാൽ നീ ബേഥേലിൽ ഉണ്ടായിരിക്കുന്നവനായിരിക്കണം. നീ ബേഥേൽ എന്ന് വിളിക്കപ്പെടുന്നവനായിരിക്കണം. നീ ദൈവത്തിൻ്റെ ഭവനമായിരിക്കണം. ദൈവത്തിൻ്റെ ഭവനമായി ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമായി തീരുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നിൽ വസിക്കുന്ന ഒരു അനുഭവം നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, കടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നന്ദിയുള്ള ഒരു ഹൃദയം നിന്നിൽ വാഴുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, അവസാനത്തോളം ദൈവത്തിനുള്ളതായ പ്രശംസയും ധൈര്യവും നീ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ തന്നെ ദൈവത്തിൻ്റെ ഭവനം, ഈ സമ്മാനം ഇന്ന് നിന്റെ ഭവനത്തിൽ എത്തുകയായി. ദൈവത്തിൻ്റെ ആത്മാവിന് ഈ സമ്മാന പ്രതിയുമായി നിന്റെ ഭവനത്തിൽ വരുവാൻ അത് സാധ്യമാകുന്ന ഒരു വഴി ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടപ്പാടാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം വായിച്ചതായ വേദഭാഗത്തിൻ്റെ ആ കുറിവാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവാത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. നാം പ്രാർത്ഥിച്ച വിഷയത്തോട്, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുന്നതായ വിഷയത്തോട്, നമ്മുടെ ഹൃദയത്തിൽ ഭാരപ്പെട്ട് ഞെരുങ്ങുന്നതായ ചില വിഷയത്തോട്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയായി നിൽക്കുന്നതായ ചില വിഷയത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇതാ യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിനക്കൊരു സമ്മാനം, നിങ്ങൾക്കൊരു സമ്മാനം, നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു സമ്മാനം, നിൻ്റെ കുടുംബത്തിനൊരു സമ്മാനം, നിൻ്റെ സഹോദരങ്ങൾക്കൊരു സമ്മാനം, നിൻ്റെ ദേശത്തിന് മുഴുവനും ഇതാ സമ്മാനപ്രതിയുമായി ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു. ദൈവത്തിൽ നിന്നുള്ളതായ സമ്മാനത്തെ പ്രാപിക്കുവാൻ യോഗ്യതയുള്ള, അവസാനം വരെയും അവൻ്റെ സാന്നിധ്യത്തെ മുറുകെ പിടിച്ച് അവനോട് നന്ദിയുള്ള ഒരു ജീവനം കഴിക്കുന്ന ഒരു ദൈവഭവനമായി ദൈവം നിന്നെ ഈ പ്രഭാതത്തിൽ മാറ്റുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.